ഹായ്. നമ്മളില്ലേ ആർക്ക് വേണ്ടി ഒരുപാട് അവൈലബിൾ ആയിട്ടിരിക്കരുത്. അതിപ്പോൾ ആരാണെങ്കിലും, നമ്മളുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇല്ല, ഇനിയിപ്പോൾ നമ്മുടെ ലവേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും പോലും അവർക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവൈലബിൾ ആകുമ്പോൾ നമുക്കതിലൊരു വില ഉണ്ടാവില്ല. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വില എപ്പോഴും മറ്റുള്ളവരെക്കാളും കുറവായിരിക്കും. നമ്മളല്ലേ, കുഴപ്പമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ താന്നു പോവാം, എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിട്ടിരിക്കാം, ആരെന്ത് പറഞ്ഞാലും കേട്ട് ക്ഷമിച്ചിരിക്കാം. അതൊക്കെ വെറും മണ്ടത്തരമാണ്. നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയ ചതിയാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നിടത്തോളം കാലം നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം. നമ്മളപ്പോൾ ഒരുപാട് അവൈലബിൾ ആകുമ്പോൾ അവർ കരുതും എന്ത് പറഞ്ഞാലും അവർ വരും, അല്ലെങ്കിൽ എന്ത് ചെയ്താലും അവർ വരും എന്നൊരു തോന്നലുണ്ടാവും. നമുക്കെന്താ ഒരു വിലയില്ലാത്തതാണോ? ഏതൊരു മനുഷ്യനും നല്ല വാല്യൂ ഉണ്ട്. അത് അവരുള്ള സമയത്ത് അറിയില്ല, പക്ഷെ അവർ ഒരു നിമിഷം ഇല്ലാതായി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് മുട്ടിപ്പിക്കുന്ന അവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്കൂ. ജസ്റ്റ് മേ ബി നാളെ മേൽ മനുഷ്യരല്ലേ, നാളെ മേൽ നമ്മൾ ഉണർന്നില്ലെങ്കിലോ രാവിലെ, മനുഷ്യൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, പോയാൽ പോയി, അത്രയേ ഉള്ളൂ. കുറച്ചൊക്കെ നമുക്ക് വാല്യൂ കൊടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക. എപ്പോഴും അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് പുല്ല് വിലയായിരിക്കും. കുറച്ചൊക്കെ നമ്മുടെ കാര്യം നോക്കി അങ്ങ് മാറിപ്പോകണം. മറ്റുള്ളവർ എന്ത് കരുതും വിചാരിക്കും അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തിനാ അതൊക്കെ ചിന്തിച്ചിട്ട് ഒരു തേങ്ങയും കിട്ടാനില്ല. ഒരുപാട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ വെറും കറിവേപ്പിലായി പോകും. അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വരും. എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്ത്, മറ്റുള്ളവരുടെ അടുത്തുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തീർക്കും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിന്. അതുകൊണ്ട് മാക്സിമം ഓവർ അവൈലബിളേ ആവരുതെന്നല്ല. അപ്പോൾ നമുക്ക് ജാടയാണ്, അഹങ്കാരമാണ്, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ വേണ്ട സമയത്ത് കുറച്ച് ടൈം കൊടുക്കുക, അത്രയും മതി ഏതൊരു വ്യക്തിക്കും. അല്ല, നമുക്ക് വേണ്ടി അത്ര എഫേർട്ട് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, കുറച്ച് അവൈലബിളൊക്കെ ആവാം. കാരണം അത്രയും നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുമ്പോൾ അവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അത്രയേ ഉള്ളൂ. എന്നിട്ട് ബൈ.